സുഖല്ലേ? അപ്പൊ ഞാൻ ഇന്നൊരു നാടൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ചക്കക്കുരുവും മാങ്ങയും കറി എല്ലാവരും തന്നെ വെക്കാറില്ലേ? അപ്പൊ ഞാൻ ഇന്ന് ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഇട്ട് വെച്ച ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതും വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഞാനിന്ന് 2 ഇടത്തര മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ തൊലിയെല്ലാം കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഒരു 15 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അത് 4ആയി കീറി വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് മുരിങ്ങാക്കോല് വേണം. ഞാൻ 3 മുരിങ്ങാക്കോലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തേങ്ങയാണ് ആവശ്യം. 1 കപ്പ് തേങ്ങയും ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കാന്താരിയും. ഇത് 3 ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കാന്താരി ഇല്ലാത്തവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് മുളക് പൊടി ഉപയോഗിക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കണം. പച്ചമുളകിനേക്കാളും ടേസ്റ്റ് കാന്താരിയും മുളക് പൊടി ആയിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് വേണ്ട പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും വേണം. ഇനി കടുക് പൊട്ടിക്കാൻ കടുകും കറിവേപ്പിലയും 4 അല്ലി ചെറിയുള്ളി എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് ചക്കക്കുരു വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമ്മൾ ചക്കക്കുരു ഇടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കണം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊരു 3 വിസിൽ വരുത്തി ചക്കക്കുരു നന്നായി തന്നെ വേവിച്ചെടുക്കണം. ഓരോ ചക്കക്കുരുക്കും ഓരോ വേവായിരിക്കും. അതിനനുസരിച്ച് തന്നെ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ 3 വിസിൽ വന്ന് ചക്കക്കുരു നന്നായി വെന്ത് കാണാൻ നമുക്ക് ഇനി തുറന്നു നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി വേണമെങ്കിൽ ചക്കക്കുരു ഈ സമയത്ത് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഉടയേണ്ടെന്നുള്ളവരാണെങ്കിൽ ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന മാങ്ങയും മുരിങ്ങാക്കോലും കൂടി ഇട്ടൊന്ന് കൊടുക്കണം. അതിനുശേഷം അതിനാവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം ചക്കക്കുരുവിന് മാത്രമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി മാങ്ങയ്ക്കും മുരിങ്ങാക്കോലിനും കൂടെയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മല്ലിപ്പൊടിയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചക്കക്കുരു മാങ്ങേന്റെയും മുരിങ്ങാക്കോലും ഒപ്പം വെള്ളം നിൽക്കണം. ഇനി നമുക്കിത് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങയും 1 അല്ലി വെളുത്തുള്ളിയും അതുപോലെ കാന്താരിയും അതിന്റെ കൂടെ ഞാൻ ഒരു 2 ഇല കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മളിത് വെന്ത നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കാന്താരി അരച്ചതുകൊണ്ടാണ് തേങ്ങേന്റെ കൂടെ അരച്ചെടുത്തത്. നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ആദ്യം മല്ലിപ്പൊടി ചേർത്ത കൂട്ടത്തില് അത് ഇടേണ്ടതാണ്. നമുക്ക് ഈ സമയത്ത് കുറച്ച് പച്ചയായിട്ട് കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് ഞെരടിയിടാം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചക്കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ മാങ്ങയ്ക്ക് പകരം തക്കാളി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആണ് ആ കറി. നമ്മുടെ കറി ഇപ്പൊ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ആക്കാം. ഇനി നമുക്കിനത് കടുക് പൊട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കടുകും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളി അരിഞ്ഞു വെച്ചതും അതിന്റെ കൂടെ ഞാനൊരു 2 വറ്റൽമുളകും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാവുന്ന കേട്ടോ. ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോ തീ ഓഫ് ആക്കാം. ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറീന്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്ന കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? അങ്ങനെ നമ്മുടെ നാടൻ ചക്കക്കുരു മാങ്ങ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അതുപോലെ ആദ്യമായി കാണുന്നവരോടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവര് നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുത്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യിപ്പിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക. അതുപോലെ കമന്റ്സ് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത ദിവസം ഞാൻ പുതിയൊരു ഡിഷുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.